ഇറങ്ങിയച്ചു വാ. എന്താണ് ഞാനൊന്ന് ആഘോഷിക്കട്ടെ. ലേറ്റ് ആയിട്ടില്ല ആശാനെ. ഒരു പ്രശ്നമുണ്ടല്ലോ, ഒരു ചെറിയ വിഷയമുണ്ട്. എടാ ഞാൻ വൈകുന്നേരം ശരിയാക്കി തരാം. ചെറുതല്ലേ, നീ കാര്യം പറ. നിശ്ചയത്തിനാണെങ്കിൽ അങ്ങോട്ട് പോകണ്ട. എന്താടാ? ആ പെണ്ണ് പോയി. ആ പെണ്ണ് എവിടെ പോയി? അല്ല, ആ പെണ്ണ് വേറെ ചെറുക്കനായിട്ട് അടുപ്പുണ്ടായിരുന്നു. ഇന്ന് വെളുപ്പിന് പെണ്ണ് ആ ചെറുക്കനെ പൊളിച്ചോടി നീ എന്താണ് ഈ പറയണത്? പെണ്ണൊളിച്ചോടി പോയിന്ന്. ആശാനെ നുണയാണ് ആശാനെ. എന്റെ കല്യാണം മുടക്കാൻ വേണ്ടി സുനി മനഃപൂർവ്വം പറയണ. എടാ സുനി ഇന്ന് വെളുപ്പിന് നാളെ 10 വരെ അവളെന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരുന്ന. ഇത്ര സമയമായിട്ടുള്ളൂ. ഇതിനിടയിൽ എങ്ങനെ ഒളിച്ചോടി പോകുന്ന പറയണേ? എടാ 4:10 നിന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞത് ശരിയാണ്. പിന്നെ 4:50 ട്രെയിനാണ് പോയേക്കണത്. എടാ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയായിരിക്കും നിന്നോട് സംസാരിച്ചിരുന്നത്. പിന്നെ നിനക്ക് തരാന്ന് പറഞ്ഞ 50 പവനും അവൾ കൊണ്ടുവരുന്നു. എന്തൊക്കെ പ്ലാന്. ഇത്രയൊക്കെ കേട്ടിട്ട് നീ എന്താ ബോധം കെടാത്തത്? കനക ഇതെവിടെ പോയി? ഞാൻ ഇതിന്റെ മുകളിൽ വെച്ചിട്ടാണല്ലോ പോയത്. പോക്കറ്റ് മാറിപ്പോയോ? ഇതാണോ നോക്കുന്നത്? എടയ്യോ, അതെ, ഞാൻ തന്നെ മനഃപൂർവ്വം എടുത്തതാ. ഈ ചെക്കന്റെ ഒരു കാര്യം, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി അപ്പോഴേക്ക് താക്കോ. എനിക്കിത് ചെറിയ കാര്യമല്ല. എന്നെ ഇനി പറ്റിക്കാനും പറ്റില്ല. എനിക്ക് രണ്ടിലൊന്നും അറിയണം. രണ്ടിലൊന്നു പോയാലും എന്താ അറിയാനാ? ഒന്ന് ഞങ്ങളെ വെറുതെ കിടന്നു ഉരുളല്ലേ. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ പറ്റിയില്ലെങ്കിൽ അങ്കിള് പറഞ്ഞാ മതി പറ്റില്ലെന്ന് പറഞ്ഞാ ഞാൻ അടുത്ത വഴി നോക്കും. വാട്സപ്പ്, ഫേസ്ബുക്ക്, പിന്നെ നേരിട്ട്. ആ വഴി നോക്കരുത്, അത് ഇന്നെ പെരുവഴിയിലാക്കണ വഴിയാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഉണ്ണിക്കുട്ട, ഉണ്ണി മകനെ, ഞാനിപ്പോ ഒരുവിധം പെങ്ങളെ അളിയനും പറ്റി നിൽക്കാണ്. കൈ വിട്ടെ. നോക്ക്, ഒരു മുക്ക് പണ്ട പണയക്കേസിന് ശേഷം പെങ്ങളിനെ ഒന്ന് സ്നേഹിച്ച് വരികയാണ്. അത് ശക്തി പ്രാപിച്ചു വരുന്നതിന് മുന്നേ ഇത് പറഞ്ഞാല് ഒക്കെ തകരൂ. എന്നാ എന്നെ പരിചയപ്പെടുത്ത്. ആ വീട്ടിൽ കയറുള്ള എൻട്രി പാസ് താ, ഇല്ലെങ്കിൽ ഞാൻ കലക്കും, കലക്കി മറക്കും. അപ്പോ യവനിക തിയേറ്റേഴ്സ് കയറാൻ എനിക്കൊരു എൻട്രി പാസ് വേണമല്ലേ? നോക്കാം. ഇറങ്ങ്. തിരക്ക് കൂട്ടാതെ മാമ. ആരാ മാമേ? ഭാവിയിലും മാമനാവുമല്ലോ എന്റെ മാമ. ലോകത്തൊരു മാമനെ ഗതികേട് വരുത്തരുത് ഈശ്വര. ഈശ്വരനെ വെച്ച് കാശടിച്ച് മറ്റും ആലോചിക്കണമായിരുന്നു. വലിയ ഡയലോഗൊന്നും വേണ്ട. പറഞ്ഞ മാതിരി ആശാനെ പരിചയപ്പെടുക. ആ സെക്കൻഡ് ഇവിടുന്ന് സ്ഥലം വിട്ടോളാം. ഒരു മിനിറ്റ്, ഒരേ ഒരു മിനിറ്റ്, അത്രയും മതി. അല്ല, ശരിക്കും എന്താ എന്റെ ഉദ്ദേശം? അമ്മായിയപ്പനെ അമ്മായിയമ്മയൊക്കെ ഒന്ന് പരിചയപ്പെടുക. വന്ന് കയറണതിന് മുന്നേ എന്നെ കല്യാണം കഴിഞ്ഞു. അമ്മായിയപ്പനെ അമ്മായിയമ്മ ഭാവിയിൽ നടക്കുമല്ലോ. അതിന് അവർക്ക് തന്നെ ഇഷ്ടാവണ്ടേ? ഹരിമാവൻ ഇഷ്ടമല്ലേ? വീഡിയോ വീഡിയോ ഇഷ്ടാണോന്നോ? സ്നേഹം കൊണ്ട് അന്നെ അങ്ങനെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നതാണ്. ആ മരുമോനെ പൊതുമാപ്പ് 31 വരെ നീട്ടി. വാടാ, വാ വാ അളിയാ. ആരിത്? റോൾഡ് ഗോൾഡ് അളിയനെ ചവിത്ത് കുത്തരുത് അളിയാ. ഇതേതാ ഈ വാലി? വാലല്ല, തലയാ. എന്നെ മൊത്തായിട്ട് വിഴുങ്ങിയിരിക്കവേ. വിഴുങ്ങാനോ? അതെ, അളിയനെ പരിചയപ്പെടണമെന്ന് പറഞ്ഞ എന്റെ പിന്നാലെ കൂടിയതാ. അളിയന്റെ ഒരു കട്ട ആരാധകനാ. അളിയനെ വേഗം പരിചയപ്പെട്ടിട്ട് പോയിക്കോളൂ. ഇല്ലടാ, ഇവനെന്താ പൊട്ടനാ? ഏയ് വിനയം കൊണ്ടാ. നിന്റെ കൂടെ ഗൾഫിലുണ്ടായിരുന്ന ഒരു ജോൺ ഹോനാ ഇല്ല അളിയാ? ആ, മൂപ്പര് ഒറ്റ മോനാ. ജോൺ ഹോനായി? എവിടെയോ പരിചയമുള്ള പരിചയം ഉണ്ടാവാൻ ഒരു വഴിയില്ല അളിയാ. 30 കൊല്ലം മുമ്പ് ഗൾഫ് പോയതാ, പിന്നെ തിരിച്ചു വന്നിട്ടേ ഇല്ല. എന്നാ പോവാല്ലേ? ഇതെന്താ വെറ്റിലിറക്കിയോ? ഞാൻ ദക്ഷിണ വയ്ക്കാൻ വന്നതാ. അച്ഛൻ എന്നെ നല്ലപോലെ ഒന്ന് അനുഗ്രഹിക്കണം. അച്ഛനാ? അച്ഛനാ? ആരുടെ അച്ഛൻ? അച്ഛനല്ല, അളിയെ അല്ല, ആശയം ഓന് തെറ്റിപ്പോയതാ. അച്ഛൻ ഇതൊക്കെ എന്തിനാണ്?
തുക് ഇതൊന്നും എഗ്രിമെന്റ് ഇല്ലാത്ത വാ, പോവാ. എഗ്രിമെന്റാ? എന്നാ ഞാൻ ഒരു സത്യം പറയട്ടെ? ഓ, വേണ്ട പറയും പറയണ്ട വിട്. ഞാൻ പറയും. അവൻ പറയട്ടാ. എടോ, എനിക്ക് ആശാന്റെ അഭിനയം ഭയങ്കര ഇഷ്ടമാ. ഓ അതേ ഞാൻ പേടിച്ചു പോയി. ആശാന്റെ അഭിനയം കണ്ട് കണ്ട എനിക്ക് അഭിനയമോഹം വന്നത്. നാടകത്തിൽ അഭിനയിച്ചില്ലെങ്കിൽ വട്ടാവുന്ന അവസ്ഥ എനിക്കിപ്പോ. എന്നെ കൈവിടരുത്, ഒരു വേഷം തരണം. കോലന്റെ വേഷമാണ് നമുക്ക് നല്ലത്. തമാശ പറയാതെ ഹരി. അഭിനയിക്കാൻ കഴിവുണ്ടാവുക, നാടകത്തെ ഇഷ്ടപ്പെടുക, അതൊരു ചെറിയ കാര്യമൊന്നുമില്ല. ഇവൻ നമ്മുടെ കൂടെ നിക്കട്ടെ ഹരി. അത് വേണോ? അഭിനയിക്കാൻ അറിയാമെങ്കിൽ കൂടെ കൂട്ടല്ല. അതുവരെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് പഠിക്കട്ടെ. ഒന്നുമില്ലെങ്കിലും അളിയന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മോനല്ലേ? അത്ര വലിയ ഫ്രണ്ട് ഒന്നല്ല അളിയാ. എടാ അച്ഛനെപ്പോഴും ഹരിയണ്ണെ കുറിച്ച് പറയാനേ നേരമുള്ളൂ. തെണ്ടി. പ്രേമട്ട ഇതാരാന്ന്? ഒരു നാടകപ്രേമിയാ. ആ ഹരികളിയൻ നമുക്ക് എന്ന പുതിയ നടനാ. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഏയ് കാണാൻ വഴിയില്ല. ഒരാളെമാരി 8-9 ആളൊക്കെ ഇല്ലേ, അതിലാരെങ്കിലും കണ്ടുണ്ടാവും. പോവാ. അയ്യോ എന്തെങ്കിലും തിന്നിച്ചു പോവാ. ഒന്നും വേണ്ട ചേച്ചി, പോയിട്ട് കുറച്ച് തിരക്കുണ്ടതാ. എനിക്ക് തിരക്കില്ല. എടോ എങ്കി പിന്നെ ഞാൻ ജ്യൂസ് അടിക്കാം. നിനക്ക് കട്ട്ലറ്റ് ഇഷ്ടാ? ഇഷ്ടല്ല. ആ ഹരിന്റെ ഫ്രണ്ട് വീട്ടിൽ ആദ്യമായിട്ട് വരുമ്പോ ഞാൻ ഒന്നും കഴിക്കാണ്ട് വിടൂല. ബാ ഓനും കൂടിട്ട് വാ. വാ ഹരിയേട്ടാ, ചേച്ചിയുടെ സ്നേഹം കണ്ടില്ല. വാ. ഓ, സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി. അയ്യോ കാക്കത്തി കൊത്തി പോയി. കനക ഇനി കല്ലൊക്കെ വാരി പോയാലേക്ക് എറിഞ്ഞാൽ ഇങ്ങോട്ട് വെള്ളം കയറൂലേ? മധുളിയാ, ഞാൻ കട്ട ട്രാജഡിയിരിക്കും ഒരു വക അവിഞ്ഞ തമാശ പറയല്ലേട്ടാ. കൊല്ല പിന്നെ അല്ല, ഈ കല്ലൊക്കെ വാരി പുഴയിലേക്ക് എറിയാൻ മാത്രം എന്റെ പ്രശ്നം എന്താ? 8 തേപ്പിട്ടിട്ടും പോരാഞ്ഞിട്ടാണ്. എടാ കനക, ഇമ്പള് തേപ്പ് കിട്ടുന്നതിനനുസരിച്ച് വളരുന്ന ടീമല്ലേ? ഈ തേപ്പിനൊന്നും ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല. ചന്തു തോറ്റിട്ടുണ്ട് പല വട്ടം. നിർത്ത്. ബാക്കിയുള്ള ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ മമ്മൂട്ടിയുടെ ഡയലോഗാണ്. എന്നാലും പ്രഭ എന്നോട് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല. ആര് പറഞ്ഞോളൂ പ്രഭയാന്ന്? ഓളെ കട്ട പിടിച്ച ഇരുട്ടാ. ഓള് പോയത് നന്നായി. അന്റെ ജീവിതം രക്ഷപ്പെട്ടെന്നേ ഞാൻ പറയും. കനക, ഇന്ന് തന്നെ ഓള് ചതിച്ച്. ഓള് നാളെ മറ്റൊരാളെ ചതിക്കുമെന്ന് പറയാൻ പറ്റുമോ? എത്ര ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രഭയെ സ്നേഹിച്ചത്. എന്നിട്ട് അവൾ എന്നോട് ഇങ്ങനെ. ഇനി എന്റെ ആത്മാർത്ഥം മുഴുവൻ ഓക്ക് പൊയ്യും കൊടുത്തോ? ഇല്ലാലോ. ബാക്കിയുള്ള ആത്മാർത്ഥം ഇങ്ങി നല്ല ഏതെങ്കിലും പെൺകുട്ടിയെ കൊടുക്ക്. ഇരട്ടിയായിട്ട് ഓള് തിരിച്ചു വരും. ഇതിന്റെ കടം തന്നെ തീർന്നില്ല. അപ്പോഴാ വേറൊരു പെണ്ണ്. ആത്മാർത്ഥത്തിന് ഈ പൈസയും കൊടുക്കും. പിന്നെ ബ്ലേഡിന് പൈസ എടുത്തിട്ടല്ലേ ഞാൻ അവർക്ക് വേറെ സാധനമൊക്കെ വാങ്ങിച്ചു കൊടുത്തത്. അതും വേസ്റ്റായി. കനക, ഒന്നും വേസ്റ്റ് ആവില്ല. അതൊക്കെ ഓള് ഉപയോഗിച്ചിട്ടുണ്ടാവും. കൺമഷീൻ ചാന്ത് പൊട്ടൊക്കെയല്ലേ? എന്റെ വായിന്ന് പോലും കേൾക്കരുതട്ടാ. അല്ല കനക, ഇങ്ങനെ ചൂടാന്നത് ടെൻഷൻ അടിക്കലോ. ഒന്ന് പോയി തരാമോ? കുറച്ച് സമയം ഞാൻ മനസ്സമാധാനം ടെൻഷൻ അടിച്ച് ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ. കനക, സമയം ശരിയല്ല എന്റെ. ആ വാച്ചൊന്ന് ശരിയാക്കാം, അപ്പൊ സമയം നന്നാവും. ഈ സമയം മാറാണ്ട് എനിക്ക് ജീവിതത്തിൽ സ്വസ്ഥം ഉണ്ടാവില്ല കനക. എന്നൊരു കാര്യം ഞാൻ രാത്രി വന്ന് ഇവിടെ ഇരിക്കാം. അയ്യോ എന്റെ കനക, ഞാൻ ആ സമയമല്ല പറഞ്ഞത്. എന്റെ എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞത് കനക. വിക്രമാദിത്യ തിരുവിടികൾ കേട്ടിക്കോ. പണിക്കരാ, കനകനൊന്ന് പോയി കാണുക. എന്തോ ഒരു ദോഷം കനകന്റെ ചുറ്റും ഇങ്ങനെ കളിക്കുന്നു. അത് ചുറ്റുമല്ല, എന്റെ അരികത്തല്ലേ. കനക, ഇനി അന്റെ ദോഷങ്ങൾക്ക് പരിഹാരം കണ്ടാല് അന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും. ചുട്ട കോയിന് വരെ പറപ്പിക്കുന്ന ആളാ വിക്രമാദിത്യ തിരുവിടികൾ. അത്രയ്ക്ക് കേമന. ഇപ്പൊ പറപ്പിക്കൂ. ഇപ്പോഴത്തെ പിള്ളേര് ചുട്ടുപെക്കുന്ന കോയിന് അന്നേരം തന്നെ ടച്ചിങ്സ് ആക്കൂ. പിന്നെ എങ്ങനെയാ കനക പറപ്പിക്കുക? എന്നാ പറപ്പിക്കണ്ട. ഈ പുര നിറഞ്ഞെടുക്കണ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. കനക, ഇനി ഒന്നുകൊണ്ടും പേടിക്കണം. അതൊക്കെ തിരുവിടികളേറ്റി. കനക, അന്റെ സമയം വരാൻ പോവുക കനക. സത്യമായിട്ടു എന്ത് ചെയ്തിട്ടും 10 പൈസ കൈ നിൽക്കുന്നില്ല. കുടുംബത്തിലാണെങ്കിൽ ആകെ പ്രശ്നമായതാ. ഒന്ന് മാറുമ്പോഴേക്കും മറ്റൊന്ന് വരുന്നു. പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. ഒരു മനസമാധാനം ഇല്ല കേട്ടോ. ശത്രുദോഷമാവും. അത് മാറ്റാൻ ഈ ജോത്സ്യൻ മിടുക്കണ. ചേച്ചി ജാതകം നോക്കാൻ വന്നാവല്ലേ? അതെ, മോക്കടെ കല്യാണമൊന്നും ശരിയാവണില്ല. വയസ്സാണെങ്കിൽ കൂടി വരണം. എല്ലാത്തിനും പരിഹാരം ജോത്സ്യം കാണും. ചേച്ചി വിഷമിക്കാണ്ടിരിക്കും. ജലജ, ജോത്സ്യര് ശരി. വിളിക്കുന്നു. ഭഗവാനെ, ജോത്സ്യനുമായിട്ടുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയാണ്. അതൊരു ഗുണമുള്ള കാഴ്ചയാക്കിയിട്ട് മാറ്റണേ. അശുഭലക്ഷണമൊന്നുമില്ലാതെ ശുഭലക്ഷണം കാണിക്കണ ഭഗവാനേ.
തിരുവടികളെ നയന മനോഹരമായ ശുഭലക്ഷണം കാണിക്കണേ. ഇതാണ് നയന മനോഹര തിരുവടികൾ. യാതൊരുടാ വലിയ ഊഞ്ഞാലാടുന്നത് അത് ഞാൻ ഇവിടെ ആയിരിക്കും ചെവിയാക്കാനായിട്ടില്ല. അത് കളിക്കട്ടാ കേട്ടത്. ഞാൻ തിരുവടികളെ കാണാൻ വേണ്ടി വന്നാ. നിനക്ക് കണ്ണില്ലടാ കാണാനായിട്ട്. ഓഫീസ് അവിടെ വെണ്ടക്കഴുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടില്ല ചേച്ചി. നീ ആദ്യം പോയി കണ്ണിൽ ഡോക്ടറെ കൊണ്ട് കാണിക്കും. കണ്ണില്ലെങ്കിലും കുഴപ്പമില്ല ചേച്ചി, എനിക്കൊരു പെണ്ണ ആവശ്യം. നീ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചത്? അടിച്ചിട്ട് പോകുന്ന ജയിപ്പിക്കാൻ പറ്റും. ചേച്ചി തെറ്റിദ്ധരിച്ചാണ്, എനിക്ക് കല്യാണം നടക്കാത്തവരെ പറഞ്ഞത്. എന്റെ ഒരു സമയദോഷേ. നിന്റെ സമയം ഒട്ടും ശരിയാകില്ല. അതോർത്ത് നീ കാശും കളയണ്ട. ഇത് എവിടുന്ന് കുറ്റം പറഞ്ഞിട്ട് വന്നേക്കണം? ജോർജിന്റെ ബോർഡ് പോലെ വായിക്കറിയാത്തവനാ സമയം നോക്കാതെ. ഒന്ന് പോടെ ഇറക്കാണത്. അപ്പൊ പോട്ടെ, കാണാം. എന്ത് കഷ്ടം. തിരുവടികൾ കാണാൻ വേണ്ടി വന്നാണ്. അതെ, കാണാനായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ചീത്തട്ടായിരുന്നോ? കേട്ടായിരുന്നു. എനിക്കും കേട്ടായിരുന്നു. ജോത്സരില്ലേ? ജോസിനകത്തുണ്ട്, കാണാൻ വേണ്ടി ആയിരിക്കണം. അല്ല, എന്താ കുഴപ്പം? ഇവൾക്ക് കല്യാണമൊന്നും നടക്കണില്ല. ഓഹോ, ആണോ? അതെന്തായാലും നന്നായി. അതെന്താ അങ്ങനെ പറഞ്ഞത്? കാത്തിരുന്നാൽ കനകനെ കിട്ടുന്നാണല്ലോ. എന്ത്? കാത്തിരുന്നാൽ കനകം കിട്ടുന്നാണല്ലോ. മോനെന്തിനാ വന്നത്? ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായി. ആരെ? പെണ്ണൊന്നും ശരിയാവുള്ള ചേച്ചി. ഇപ്പൊ ശരിയായി തന്നെ ആരും ഒളിച്ചോടി പോവും. നല്ല ഐശ്വര്യാണേ എനിക്ക്. ഇവക്ക് വരുന്ന ചെറുക്കന്മാരൊന്നും ഇഷ്ടാവുന്നില്ല, അതാ പ്രശ്നം. ആ, എനിക്ക് ലോകത്തെ എല്ലാ പെണ്ണുങ്ങളും ഇഷ്ടമാണ്. പക്ഷെ അവർക്ക് തന്നെ ഇഷ്ടപ്പെടല്ല. അങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ജോസിനോടങ്ങനെ പൈസ ലാഭിക്കായിരുന്നില്ല. പൊതുവളം പറഞ്ഞിട്ടൊന്ന് ആളാരാ? അത് ഞാനാണ്, കനകൻ. എന്നാ വരിക, അതേക്ക് വരിക. അത് എനിക്കേട്ടാ ഏലസൂടെ ഉണ്ടാവോ? ഇഷ്ടം പോലെ അകത്തുണ്ട്. അതെല്ലാ ശരീരത്തിൻ്റെ, അതുകൊണ്ട് ചോദിച്ചാണ്. ആ വരിക, വാ വാ. പോയിട്ട് വരട്ടാ. ഈ കക്കയൊക്കെ നില നിരത്തി വെച്ചാണ്. ആ, എഴുതാറിയുമ്പോഴല്ലേ. ഉറങ്ങണോ? ഈ വിക്രമാദിത്യ തിരുവാടി. അതെ, ആ പേരിൽ അറിയപ്പെടുന്ന ലോകപ്രശസ്തനായ ജ്യോത്സ്യൻ ഞാൻ തന്നെയാണ്. അപ്പോ ഇതാണ് കൂടുതൽ തിരുവടി. ആക്ഷേപിക്കാൻ വന്നതാണോ? അല്ല, അപേക്ഷിക്കാൻ വേണ്ടി വന്നാണ്. എന്താ പ്രശ്നം? അല്ല, നാട് നീള കല്യാണം തകൃതിയായിട്ട് നടക്കാണേ. അപ്പൊ അതാണോ ഇയാളുടെ പ്രശ്നം? അതല്ല, അപ്പോഴും എന്റെ കല്യാണം മാത്രം നടക്കണില്ല. ജാതകം കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, ലൈസൻസ് ഉണ്ടെന്നുണ്ട്. അതെ, കയ്യിൽ വെച്ചാ മതി. ഞാൻ പോലീസല്ല, ജ്യോത്സ്യനാ. ഏതാ നക്ഷത്രം? അത് നാടകമുള്ള സെണ്ണാറുണ്ട്. നിങ്ങളുടെ ജന്മനക്ഷത്രം? മകം. മകം പിറന്ന മങ്കൻ. ചൊവ്വയല്ലേ? അല്ലെന്ന് ബുധനാഴ്ചയാണ്. വീട്ടിൽ അന്നാഴ്ച ദിവസമാണ്. കറക്റ്റായിട്ട് ഓർമ്മയുണ്ട്. അതല്ല, ജാതകത്തിൽ ചൊവ്വുണ്ടല്ലോ. ഉണ്ടാ? അത് മാത്രമല്ല, ശനിയുടെ അപഹാരവും ഉണ്ട്. ചുവക്ക് കൂട്ടായിട്ട് അപ്പൊ ശനിയുണ്ടല്ലേ? അപ്പൊ എന്റെ കാര്യത്തിൽ തീരുമാനമായി. എന്നാ ഞാൻ പോട്ടെ. എത്ര ഫീസ്? വിഷമിക്കാതിരിക്കേ, എല്ലാത്തിനും പരിഹാരമുണ്ട്. എന്നാ പറയൂ. പെൺകുട്ടികൾക്ക് തന്നെ അങ്ങോട്ട് ഇഷ്ടമാണില്ലല്ലേ? അതെ. അപ്പോ പ്രഥമ ദൃഷ്ടി ആകർഷണം തോന്നണം. എന്ന് വെച്ചാൽ മനസ്സിലായില്ല. ഒറ്റ നോട്ടത്തിൽ വീഴണം. അതെ. ആ ഭസ്മം കൂടെ എടുത്തേ. ആദ്യം പറയണത് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ഭസ്മം കണ്ണടച്ച് പ്രാർത്ഥിച്ച് നെറ്റി തൊട്ട് ഇഷ്ടപ്പെട്ട പെണ്ണിനെ നോക്കുക. അപ്പോൾ തന്നെ അവക്ക് നിന്നോട് ആകർഷണം തോന്നും. എന്ന് വേഗണ്ട. ഒട്ടും ആക്രാന്തം പാടില്ല. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വശീകരണ ഭസ്മത്തിന് മറമരുന്നില്ല. ഒരു പ്രാവശ്യം മാത്രമേ ഇതിന് ശക്തി ഉണ്ടാവൂ. ആണോ? അപ്പൊ പറഞ്ഞ പോലെ ചെയ്തോളാം. ഓ, ദക്ഷിണ. കല്യാണം വിളിക്കാൻ ഞാൻ വരാം. അപ്പൊ തിരിച്ച് കവറിട്ട് എനിക്ക് തന്നെ. ഇല്ല, തരില്ല. തിരുവടി. തിരുവടി. ആ കുട്ടി കൊള്ളാല. ഇപ്പൊ തന്നെ പരീക്ഷണം നടത്തിക്കളയാ. കുറെ നാളല്ല കാത്തിരിക്കണ്. ഇപ്പൊ തന്നെ ഒരു തീരുമാനമാക്കണം. തിരുവടി, കാത്തോളണേ.
തിരുവടി ഒരനക്കും കേൾക്കണല്ലോ. ഇവളിത് എവിടെ പോയി? വേഗം മാമോളെ, എനിക്ക് വേണ്ടത് നിനക്ക് വേണ്ടത് ഒരു ജീവിതമാണ്. നമുക്കവിടെ ഒന്നിക്കാം. വേഗം വാ മുത്തേ. കമോൺ ബേബി, കമോൺ. എന്നോട് വല്ലതും പറഞ്ഞു? എന്റെ ദൈവമേ, ഈശ്വര ജോത്സ്യം പറഞ്ഞ് ബലിക്കോ പെട്ടല്ലേ ഈശ്വര. എന്താണ് ഈ പറയണത്? ഞാനൊന്നും പറഞ്ഞില്ല. എന്താണെന്ന് വെച്ചാ പറഞ്ഞിട്ട് ഞാനൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ലേ? ആ, മുഴുവനും പറഞ്ഞിട്ട് പോടാ. ഒന്ന് പോന്നല്ലേ അവിടുന്ന്, പോടുന്ന്. എനിക്ക് കാണണ്ട, പോ. പറഞ്ഞിട്ട് പോ. പറയില്ല, പോകാൻ ആ, പറഞ്ഞില്ല. എന്താന്ന് വെച്ചാ പറയടാ. ഇനി ആ തള്ള തലയിലാവും. ഏത് നേരത്താണാവും എനിക്ക് ആ ഭസ്മം തൊടാൻ തോന്നുന്നത്. എന്താ തിരിക്കണത്? അയ്യേ, നിങ്ങളോടാണ് എന്റെ വണ്ടി കയറാൻ പറഞ്ഞേ? ഞാനെന്റെ ചേട്ടന്റെ വണ്ടി കയറാ, പിന്നെ ആർക്കും വണ്ടി കയറാനാ? വണ്ടി ഇറങ്ങിയേ. ഇനി ഞാൻ ഒരുമിച്ചല്ലേ യാത്ര ചെയ്യേണ്ടത്? അത് ഞാൻ തീരുമാനിക്കും എങ്ങനെ യാത്ര ചെയ്യണമെന്ന്. ഓ, ചേട്ടനാള് ചൂടനാണല്ലോ. അതെന്തേ? എനിക്കിഷ്ടമായി. എനിക്കിഷ്ടായില്ല. ഐ ലവ് യു ചേട്ടാ. ഐ ലവ് യു. വണ്ടി അടിക്ക് ചേട്ടാ. എടുക്ക് ചേട്ടാ. ചേച്ചി കുടിക്കാൻ തോള ആപ്പിളുണ്ട്, മുന്തിരിണ്ട്, മുസമ്പിണ്ട്, ഓറഞ്ച് ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല, വെള്ളം കൂട്ടിയെടുത്തോട്ടാ. എനിക്കും വേണം. മേടിച്ചരാ, പിന്നെ എന്റെ പുറകെ എടുക്കരുത്, പൊക്കോളണം കേട്ടാ. ചേച്ചി രണ്ടെണ്ണം. സംസാരിക്കുന്നത് ആരാന്നാ? ചേച്ചി കണ്ണ് കാണാൻ പാടില്ലേ? നോക്കിയേ, പുറകെ തന്നെ വിടാതെ കൂടിയിരിക്കണം, മാറണം. ഇവിടെ ജ്യൂസ് ഒന്നുമില്ല, രാവിലെ തന്നെ ഇറങ്ങിക്കോളൂ ഒരു വട്ടം വരെ. കേട്ടല്ല, ഇപ്പൊ നീ കാരണം ഞാൻ പട്ടന് പോയി. സമാനായില്ല, ഈ ഭസ്മം കാരണം നീ പുറകെ എടുക്കണമെന്ന്. മൂട്ടം കിട്ടും. തീർന്നില്ലേ? ഇനി മേലെ പുറകെ ഇറക്കരുത്. പുറകെ നടന്നാ എന്റെ സ്വഭാവം മാറും കേട്ടാ. പല വട്ടും കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു വട്ട് കണ്ടിട്ടില്ല. എന്താ സനെ, എന്താണ്ട് പോയി എണ്ണാനെ പോലിരിക്കണു? ഒന്നും പറയണ്ട, ലോകമഹായുദ്ധം തുടങ്ങി. മാലപ്രശ്നം അറിഞ്ഞാ ഒന്ന് പതുക്കെ പറയട്ടെ, ഞാൻ അതിന്റെ ഓർമ്മ കൂടി ഉള്ളു. ഞാൻ പതുക്കല്ലേ പറഞ്ഞു, ഉറക്ക പറഞ്ഞില്ല. ഒന്ന് ഉറക്ക പറയടാ. ആ, എന്നോട് പതുക്കെ പറയാൻ പറ്റ, ആശ ഉറക്ക പറയല്ല. എന്താ പ്രശ്നമൊന്നും? ഒന്നും പറയണ്ട. ഹേമ സുഹാസിനും ഗംഭീരം ഉടക്കാം. എന്ത്? അതിന് പ്രത്യേകിച്ച് വല്ല കാരണം വേണം. എന്നാ പോയി നോക്കിയാലോ നമുക്ക്. നീ പോയി നോക്ക്, തല്ലുകൂടി ക്ഷീണിക്കുമ്പോ അവര് നിർത്തിക്കോളൂ. അപ്പൊ ആശാന്റെ ഭാവി ഒരു വഴിക്കാവൂലേ? എടക്കാനക, നിന്റെ കരിനാക്ക് വളക്കാതെ. അച്ഛനെ, ഈ പ്രശ്നത്തിന് മാറി നിന്നിട്ട് എന്താ കാര്യം? നമ്മൾ എന്തിനും നെഞ്ചു വിരിച്ചാൽ നേരിടണം. ഇങ്ങനെ ആണാ, ഇതെങ്ങനെ ആണാ നേരിടല്ലേ വന്നടക്ക. അല്ല, എന്റെ നെഞ്ച് ഞാൻ തരില്ല കേട്ടാ. ആശാന്റെ നെഞ്ചിനാകുമ്പോ നല്ല വീതി ഉണ്ടല്ല. അപ്പൊ ഈ നെഞ്ചു കൊണ്ടത് നേരിട്ടാ. ആശാന്റെ നെഞ്ചിന് വീതി ഉള്ളതുകൊണ്ട് നീയൊക്കെ കഞ്ഞുടിച്ചു പോണോ? ഇന്നും കഞ്ഞിയൊക്കെ തന്നെയാണ്, ഒരു ചേഞ്ചൊക്കെ ആവാട്ടാ. പോണോടാ, ധൈര്യപ്പെട്ട് പൊക്കോ, പുറകെ ഞാനല്ലേ. പൊക്കോ, ചെല്ലാശന ചെല്ല്. എന്തിനു പേടിക്കണ, പുറകെ ഞാനല്ലേ. നീ എന്ത് ചോദിക്കണം? ഞാനാ? നീയെല്ലാം നെഞ്ചിടിച്ച് നേരിടാന്ന് പറഞ്ഞു. എന്നെ കൊലക്കൊടുത്തല്ലേ അടങ്ങുള്ളൂ. അച്ഛൻ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ? അമ്മ കാണണ്ട. ആക്ച്വലി എന്താ മോളെ പ്രശ്നം? കുറച്ച് ദിവസമായില്ലേ അമ്മ നടുവേദന എന്ന് പറയാൻ തുടങ്ങിയിട്ട്. അച്ഛൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെന്നുള്ളത് പോട്ടെ, പക്ഷെ ഒന്ന് മൈൻഡ് ചെയ്യാൻ കൂടി ചെയ്തില്ലെന്നേ. അത് അക്ഷന്തവ്യമായ കുറ്റം തന്നെയാണ്. കണക്കണക്ക, നീ എരുതിയിൽ പെട്രോൾ കയറിട്ടാ. അച്ഛാ, അമ്മയ്ക്ക് നടുവേദനയായിട്ട് ഹേമാമ ഒന്ന് നോക്കോ, അടുക്കളയിൽ ഒരു കൈ സഹായിക്കുകയോ ചെയ്തില്ലെന്നും പറഞ്ഞ് അവര് തമ്മിൽ പൊരിഞ്ഞ പ്രശ്നം വേറെ ഉണ്ട്. ഇതൊരു നടക്കൊന്നും പോകില്ലട്ടാ അച്ഛനെ. എന്നെ കൊണ്ടൊന്നും വയ്യ, നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യേ. മോൾ ടെൻഷൻ അടിക്കണ്ട, അമ്മയുടെ പ്രശ്നം ഞാൻ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്ത് തരാം. സോൾവ് ആക്കിയ അച്ഛനും ഉള്ള മാറങ്ങോട്ട്. നീ ഒന്ന് കാര്യങ്ങളൊന്നും തണുപ്പിക്കണം. തണുപ്പിക്കാൻ ഞാൻ ഫ്രിഡ്ജാ. അവിടെ സുഹാസിനി ചേച്ചി കരി വിളിക്കണം. ഞാൻ പോകൂല. അപ്പൊ ഞാൻ തന്നെ പോണല്ലേ? ആ, പോണം, ചെല്ല്. എന്നാടെ കനക, നിനക്ക് എന്താ കണ്ണ് കണ്ടൂടെ? സുഹാസിനി ചേച്ചിക്ക് സുഖല്ലെന്ന് പറഞ്ഞപ്പോ കരഞ്ഞ് കണ്ണിറഞ്ഞ് കാഴ്ച മങ്ങിപ്പോയി ചേച്ചി. ആ, നിനക്കെങ്കിലും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടല്ലോ. ഇവിടെ ചിലര് ഭർത്താവാന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്, ഹൃദയത്തിന്റെ സ്ഥാനത്ത് കരിങ്കലുള്ളവര്. ആശനെ പറ്റി അതൊന്നും പറയില്ലേ ചേച്ചി? നീ പ്രേമേട്ടന്റെ വക്കാലത്ത് പറയാൻ വന്നയാ? നിനക്കറിയാം, 2 ദിവസം ഞാൻ നടുവേനന്റെ കാര്യം പറയുന്നു. രാവിലെ മുതൽ ഈ നേരം വരെ ഞാൻ നടുവേനായിട്ട് കിടക്കുമായിരുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല, അറിയാം. ചേച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ആശനോടെ വെയിറ്റ് ചെയ്യണം.
ആ ഇവിടെ ഉണ്ടായിനാ ആശ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അവിടെ ഒളിച്ചിക്കൊന്നുമില്ല കേട്ടോ. ആശനെ കണ്ടുപിടിച്ച് കയറി പോരെ. നിനക്ക് എന്താ ചേട്ടൻ സുഖു, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടാക്കാനും ഞാനില്ലേ? എന്താ? എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാനില്ലേ? അയ്യോ ഇത്തിരി കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ സ്നേഹം മൂത്ത് ആ ഹൃദയം പൊട്ടി അങ്ങ് മരിച്ചു പോയേനല്ലേ. സുഖു, എന്നെ തൊടണ്ട. കനക നിനക്കറിയോ ഈ നടുവേന ഓക്ക വന്നിരുന്നെങ്കിൽ ഇവിടെ എന്തായിരിക്കും പുകലെന്ന് ഡോക്ടറെ ഈടത്തേക്ക് വിളിപ്പിക്കൂലായിരുന്നോ പ്രേമേട്ടൻ? നീ എന്തൊക്കെയാണ് ഈ പറയണത്? നിനക്ക് ഇത്ര സീരിയസ് ആണ് ഞാൻ അറിഞ്ഞില്ലെന്ന്. അതറിയണെങ്കിലേ വല്ലപ്പോഴും എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി അത് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. നീ വേഗം ഡ്രസ് മാറ്. ഞാൻ റെഡി ആയിട്ട് തന്നെ ഉള്ള. എന്നാ പോവാമ്പാ. അതിനൊന്ന് പിടിക്കും മനുഷ്യ. നീ ടെൻഷൻ അടിക്കണ, നല്ലൊരു ഡോക്ടറെ തന്നെ നമുക്ക് കാണാം. അമ്മ കുളിമുറിയിലെ കാല് തെറ്റി വീണു.